കൊലപാതകം നടത്തിയ ശേഷം മുങ്ങിയ പിടികിട്ടാപ്പുള്ളിയെ 31 വർഷത്തിനു ശേഷം ചെങ്ങന്നൂർ പോലീസ് പിടികൂടി. ചെങ്ങന്നൂർ ചെറിയനാട് അരിയന്നൂർ ശരി ഭാഗത്ത് കുട്ടപ്പ പണിക്കർ എന്ന വൃദ്ധനെ കല്ലുകൊണ്ടും കൈകൊണ്ടും ഇടിച്ചു തൊഴിച്ചും കൊലപ്പെടുത്തിയ കേസിലാണ് 31 വർഷത്തിനു ശേഷം പ്രതി അണിയന്നൂർ കുറ്റിയിൽ 57 വയസ്സുള്ള ജയപ്രകാശിനെ ചെങ്ങന്നൂർ പോലീസ് പിടികൂടിയത്. പ്രതി ഇപ്പോൾ താമസിക്കുന്ന ചെന്നിത്തല ഒരിപ്രം ഭാഗത്തുള്ള വീട്ടിൽ നിന്നാണ് പോലീസ് പിടികൂടിയതെന്നും ജില്ലാ പോലീസ് സൂപ്രണ്ട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഗുരുതര പരിക്കേറ്റ വൃദ്ധൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ 1 മാസത്തിന് ശേഷമാണ് മരണപ്പെട്ടത്. മരണവിവരം അറിഞ്ഞതോടുകൂടി പ്രതി മുംബൈയിലേക്കും അവിടെ നിന്നും വിദേശത്തേക്കും കടന്നു കളയായിരുന്നു. തുടർന്ന് ഇക്കഴിഞ്ഞ ഓണത്തിന് നാട്ടിൽ എത്തിയപ്പോഴാണ് പോലീസിൽ ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഇയാളെ പിടികൂടിയതെന്നും പോലീസ് അറിയിച്ചു. മുമ്പ് ചെയ്തിരുന്ന കൊറോണ കാലത്ത് ഇങ്ങനെ കുറെ പിടിക്കുമായിരുന്നു. പക്ഷെ ഇതിൽ കൊറോണയിൽ വന്നില്ല. കാരണം കൊറോണ അഡ്രസ് അതാണ്, ആ പഴയ ആ പാസ്പോർട്ടിന്റെ അഡ്രസ് വെച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതായിരിക്കാം കൊറോണയില് പാസ്പോർട്ടിൽ പിന്നീട് അഡ്രസ് ചേഞ്ച് ചെയ്തിട്ടുണ്ടാവും അല്ലേ? കാസർഗോഡ് അഡ്രസ് ആക്കി അങ്ങനെ ആയതപ്പോ പിന്നീട് മാന്നാർ അതാ അപ്പൊ ചെറിയനാട് ഈ ഓൺ സ്പോട്ടിൽ ഡെത്ത് ഉണ്ടായില്ല. ഈവൻ 4 ദിവസം കഴിഞ്ഞ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. മരിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ കേസ് രജിസ്റ്റർ ചെയ്തു. അപ്പൊ അതായത് ആ സമയത്ത് ഉണ്ടായിരിക്കുന്ന ഒരു ഫിസിക്കൽ അസോൾട്ടിൽ വീണു. ഒരു പക്ഷേ ചിലപ്പോൾ ഫസ്റ്റ് എയ്ഡോ മറ്റോ കൊടുത്തിരുന്നെങ്കിൽ ആ സമയത്ത് തന്നെ പിന്നെ ഇഞ്ചുറി പോലും രക്ഷപ്പെടുന്ന ആളായിരുന്നു. അതായിരിക്കാം. അതിനുശേഷം പിന്നെയാണ് ഹോസ്പിറ്റലിൽ പോകണം. 4 ദിവസം കഴിഞ്ഞ ഹോസ്പിറ്റലിൽ പിന്നെ അവിടെ കിടന്ന് 16 ദിവസം കഴിഞ്ഞിട്ടാണ് 15-11 സംഭവം. മരണപ്പെട്ടത് 14-12 അറൗണ്ട് 1 മാസം കഴിഞ്ഞിട്ടാണ്. 14-12 ഈ വിവാഹം കഴിച്ചു ഇയാള് പ്രതി 97-ലല്ലേ പിന്നീട് വിവാഹം കഴിച്ചു എന്ന് പറയുന്നത്. ഏത് വർഷമാണ്? അതെ, ഈ സംഭവം കഴിഞ്ഞ് 2 വർഷത്തിനുള്ളിൽ തന്നെ വിവാഹം കഴിക്കുന്നത്. വർഷം പറയുന്നുണ്ടോ? തിരിച്ചു വന്ന് മാന്നാറിലെ വിവാഹം കഴിക്കുന്നു 97